ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചൂണ്ട കെട്ടാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ചൂണ്ട കെട്ടുകയെന്ന് പറഞ്ഞാൽ ഇന്ന് പാടത്താണ് ചൂണ്ട കെട്ടുന്നത്. അപ്പം പാടത്ത് ചൂണ്ട കെട്ടിയാൽ വാള കിട്ടും, അല്ലെ വരാൽ കിട്ടുകയും ചേറുമീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്ന് ചൂണ്ട കെട്ടാൻ വന്നിരിക്കുന്നത്. ആറ്റിൽ നമ്മൾ കെട്ടാന്ന് പറഞ്ഞാൽ ആറ്റ് ഭയങ്കര ഒഴുക്കാണ്, അവിടെ നമുക്ക് കെട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ പാടത്തുനിന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കെട്ടി നോക്കുകയാണ്. വാള കിട്ടുമെങ്കിൽ, അല്ലെ വാളയോ ചെറുമീനോ വരാലോ ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും നമ്മൾ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു കാലിവിടെ നാട്ടി ചൂണ്ടയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമ്മൾ അങ്ങ് വരെ ഇങ്ങനെ നീളത്തിൽ കെട്ടുകയാണ്. നീളത്തിൽ കെട്ടി തീറ്റി കോർക്കുക, ഇടയ്ക്ക് നോക്കുക, ഇതൊക്കെയാണ് പരിപാടി ഇന്നത്തെ. അപ്പം നമ്മൾ ചൂണ്ട കെട്ടാൻ തുടങ്ങാം. അപ്പം നമ്മൾ ചൂണ്ട കെട്ടി തീറ്റിയൊക്കെ കോർക്കുക. അപ്പം ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പം കാലാവസ്ഥ നല്ല മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കും. ഇല്ലെങ്കിൽ എന്ത് കിട്ടിയാലും രാവിലെ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് അത് അഡ്വാൻസ് ആയിട്ട് പറയായിരുന്നു. നല്ല രാവിലെ കിട്ടുന്ന മീൻ എന്നാലും ഇപ്പോൾ എടുക്കാൻ മേലെ. മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. കാര്യം ഇത് പാടത്തിൻ്റെ നടുവാണ്, ഭയങ്കര കാറ്റുമായിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഈ ചൂണ്ടയും കൂടി കെട്ടാം. അപ്പോൾ ഇത് പൊക്കിയാണ് നമ്മൾ കെട്ടുന്നത്. വെള്ളത്തിൻ്റെ താഴെ നിൽക്കത്തില്ല, മേളിൽ പൊങ്ങി നിൽക്കും. എല്ലാവരും ഇങ്ങനെ കെട്ടുന്ന പള്ളത്തിയൊക്കെയാണ് കോർക്കുന്നത്. നമ്മൾ ഇന്ന് പരലാണ് കോർക്കുന്നത്. അപ്പം ചൂണ്ട പൊങ്ങി നിൽക്കാൻ വേണ്ടി ഇടയ്ക്ക് നമ്മൾ ഒരു കുറ്റി നാട്ടും. അങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ, അങ്ങനെ നിൽക്കാതെ വന്നാൽ ഇടയ്ക്ക് കുപ്പിയോ എന്തെങ്കിലും വീണ്ടും ഇടും. നമ്മൾ തീറ്റയെല്ലാം കുത്തി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് നോക്കാൻ വന്നതാണ്. ഇവിടെ ഒരു വരാൽ വെട്ടിക്കിടപ്പുണ്ട്, നമുക്ക് അതിനെ എടുക്കാം. നല്ല കാറ്റാണ്, വലിയ പാടാ. വെള്ളം പിടിച്ച് നമ്മൾ നിർത്തിയെടുക്കാൻ പാടാ. ഇവിടെ അല്ലേ വരാൽ വെട്ടിരിക്കും. നോക്കട്ടെ, ആമ്പയെല്ലാം കൂടെ ഉടക്കി കിടക്കുക. ആമ്പയൊക്കെ പറിച്ച് കളയാം. മറിയുന്നുണ്ട്. ഉണ്ടോ? നമുക്ക് ഫസ്റ്റിലേക്ക് കിട്ടുന്ന വരാലാണ്. അരക്കിലുണ്ട്. നമുക്കിതിനെ വിരിച്ച് ഈ കാലത്തിൽ വിട്ടിടാം. കാറ്റ് കാരണം വെള്ളം നിൽക്കുകയില്ല. നല്ല കാറ്റ്. ഇത്ര നമ്മൾ കാറ്റ് പ്രതീക്ഷിച്ചില്ല. ഇത്രയും കാറ്റായാലും നമ്മൾ ചൂണ്ട കെട്ടാൻ ഒരുങ്ങത്തില്ലായിരുന്നു. നമുക്കിതുപോലെ തീറ്റയും കൂടെ കുത്തിയിടണം. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ ചൂണ്ട കെട്ടിയിരുന്നത്. ഇപ്പം കെട്ടി തീറ്റയെല്ലാം കോർത്തിട്ട് പോയതാണ്. ഇപ്പം നമ്മൾ രാവിലെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മളിത് അഴിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം, ചൂണ്ട അഴിക്കാം. ഇതിൽ മീൻ വല്ലതും ഉണ്ടോ നോക്കാം. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. രാവിലെ ചെറിയൊരു മഴ പെയ്തായിരുന്നു. പിന്നെ അവിടെ ഇവിടെ മഴക്കാറുണ്ട്. അതേ മഴക്കാറ്, നല്ല മഴക്കാറാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ചൂണ്ട അഴിക്കാം. ഇനി മഴ വരുന്നതിന് മുമ്പേ നമുക്ക് ചൂണ്ട അഴിച്ച് പോവാം. ഒരു പോളം ഒന്ന് കയറിയിട്ടുണ്ട് നമ്മുടെ ചൂണ്ട. മുള്ളനെ കയറി ഉടക്കിയത്. ഏതെങ്കിലും മീൻ വലിച്ച് അകത്തോട്ട് കയറ്റിയത്. വള്ളം ഒരു കാരണവശാലും നേരെ പോകത്തില്ല. കേട്ടാ, ഇതൊരു വരാല. അത്ര വലിയ വരാലല്ല.
ഫസ്റ്റിൽ നമുക്ക് ഒരു വരാൽ കിട്ടി. ഊരി നമ്മുടെ വട്ടവലയ്ക്കകത്തോട്ട് ഇടാം. ഇതിൻ്റെ ശകലം സ്ഥലമേ ഉടക്കിയിട്ടുള്ളൂ. ഇതേ കണ്ടോ, പറഞ്ഞു പറഞ്ഞു പോയേനെ. അതെ കണ്ടോ, തീറ്റ നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നമ്മൾ ഇവിടം വരെ നോക്കിയിട്ട് ഇപ്പോൾ ഒരു ചൂണ്ടയുടെ പകുതിയായി, ഒരു വള്ളി ചൂണ്ടയുടെ പകുതി വരെയായി. അപ്പോൾ നമുക്ക് ആ ഒരു വരാലേ കിട്ടിയുള്ളൂ. നോക്കാം. ആ, നല്ല കാലാവസ്ഥയാണ് ഇന്ന്, മഴയില്ലെന്ന് തോന്നുന്നു. അതെ, അവിടെ ഒരു മീനുണ്ട് കണ്ടോ. എന്താ മീനാണോ, വരാലാണോ? വരാല. ആ, വാളയ. അയ്യോ പോയി, ചെറിയ വാള ആയിരുന്നു. പൊക്കോട്ടെ. ആ, പൊക്കി കാണിക്കാവുന്നതിനുണ്ട്. ചെറിയ വാളയായതുകൊണ്ടാണ് നമ്മളത് നിസ്സാരമായിട്ട്. പിന്നെ അത് നല്ല ജീവനോടെ കിടക്കുന്നതാണ്, നമ്മൾ എടുക്കത്തുമില്ല. അതെ, ഇത് വാളക്കുഞ്ഞാണോ? ഇത് നമുക്ക് പോവാതെ ഉണ്ടോ, അതും പറഞ്ഞു പോവാ ഉണ്ടോ. അയ്യോ, എൻ്റെ കണ്ണിൻ്റെ അവിടെ കയറി ഉടക്കിയിരിക്കുന്നത്. ഒരു കണ്ണിലാണ് ഉടക്കിയിരിക്കുന്നത്. നമുക്ക് വലിയ വാള കിട്ടേണ്ട സ്ഥാനത്താണ് ചെറിയ വാള വന്നത്. വേണ്ടത് പിന്നെ ഉണ്ടോ, അതും ചെറുത് തന്നെയാണ്. ഇതും കണ്ണിൻ്റെ ഭാഗം തന്നെ. ചത്തുപോകുന്നത്. അത് ഒരു കണ്ണില്ല. പാടത്ത് കിടന്നാലും ചത്തുപോകും. ഇട്ടിട്ട് കാര്യമില്ല. ഈ ചൂണ്ടയിലൊരു മീനുണ്ട്, എന്നാണെന്നറിയാൻ മേല. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഇങ്ങോട്ടൊന്ന് പിടിച്ചായിരുന്നു. ആ ചപ്പ് കിടക്കുന്ന അവിടെ ആണെന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടിൽ. അത് വരാല, മുഴുത്ത വരാല. നോക്കട്ടെ എങ്ങനെ വെട്ടിയിരിക്കുന്നു. ആ, നല്ല വരാല, നല്ല മുഴുത്ത വരാല. അതങ്ങനെയാണ് ഈ ചൂണ്ട, അങ്ങനെയാ അത്. നമുക്ക് എപ്പോഴും ഒരുപോലെ കിട്ടത്തില്ല. മീനിന്റെ പണിയാകുമ്പോൾ കിട്ടിയാ കിട്ടി. നമുക്ക് മീൻ കിട്ടുമ്പം ചിലപ്പോൾ ഒരു പക്ഷെ ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കാതെ ഒത്തിരി മീൻ കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടാതെയും വരും. നമ്മൾ മീനൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഇവിടെ മീനൊന്നും ഇല്ലെന്നും പറഞ്ഞ് വലിച്ചു വരികയായിരുന്നു. അപ്പോഴത്തെ ഇവിടെ ഒരു മീനുണ്ട്. എന്നാ മീനാണെന്ന് അറിയാൻ മേല. അയ്യോ, ഇത് മഞ്ഞക്കുരിയാ കേട്ടോ.
ചെയ്യണ്ടോ? ഇപ്പൊ കാണോ? ആ മുഴുത്ത മഞ്ഞക്കൂരി. എന്തായാലും നമുക്ക് പൊക്കി വെക്കാം. ഇല്ല, ഞാൻ നോക്കി, നല്ല വെട്ടാണ്. ഇതൊരു 3/4 കിലോയെങ്കിലും കാണും ഈ മഞ്ഞക്കൂരി. ഒരു നല്ല മഞ്ഞക്കൂരിയാ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പാടത്ത് നിന്ന് ഈ മഞ്ഞക്കൂരിയെ കിട്ടുമെന്ന്. നമ്മളൊന്നും ഇല്ലാന്നും പറഞ്ഞ് വില വലിച്ചു വരികയായിരുന്നു. അയ്യോടാ, മുഴുത്ത മഞ്ഞക്കൂരിയ. കാറ്റ് കാരണം നല്ല കളറാ. ആ അതാണ്, അവിടെ ഒരു മീനുണ്ട്. ഇത് ഈ ഭാഗത്താ. വാള പോയതുപോലെ ചെറിയ വെട്ടാണെങ്കിൽ വരാല. ഇത് കണ്ടോ, നല്ല വെട്ട, പോകത്തില്ല. അതും തരക്കേടില്ലാത്ത വരാല, മുഴുത്ത വരാല. അല്ല, ഇത് നമ്മുടെ നാടൻ വരാലാണ്. നാടൻ വരാല. അതിൻ്റെ പിരി കേറി കണ്ടമാനം ഉടക്കി. പിന്നെ ഈ വായിൽ പല്ലുള്ളതല്ലേ. അപ്പൊ അങ്ങനെ ഒരു വരാലേക്കും കൂടെ നമുക്ക് കിട്ടി. വരാല് കിടന്ന് ഓടി ഓടി കണ്ടോ, പിരി, അതിൻ്റെ പിരി അഴിഞ്ഞു പോയി. ജോബിനെ ശരിയാക്കി ഇടട്ടെ. മൊത്തം അഴിഞ്ഞു പോയി. നമ്മളിങ്ങനെ അങ്ങോട്ട് പിരിക്കും, അല്ല ചൂണ്ട അത് മാറി ഒന്നും നടക്കത്തില്ല. കണ്ടവാനം പോയെങ്കിൽ ചൂണ്ട അഴിച്ച് വേറെ മാറി കെട്ടത്തേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ പിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് പഴയതുപോലെ തന്നെ കിടന്നോളും. ഇപ്പം കണ്ടീഷനായി, പഴയ പോലെ തന്നെയായി. നമ്മുടെ വള്ളിച്ചൂണ്ട തീർന്ന്, ലാസ്റ്റ് ചൂണ്ടയായിരുന്നു ഇവിടം വരെ. ലാസ്റ്റ് കുറ്റി. അപ്പം ഇന്ന് നമ്മൾ ഈ പാടത്ത് കയറി നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ പാടത്ത് വള്ളിച്ചൂണ്ട കിട്ടുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ചത് വരാല്, വാള ഇങ്ങനെയുള്ള മീനാണ് ഉദ്ദേശിച്ചത്. ഏതായാലും വാളയും കിട്ടി, വരാലും കിട്ടി. പക്ഷേ വാളയുടെ എണ്ണം കുറവായിപ്പോയി. ഇന്നലെ വൈകിട്ട് നമുക്കൊരു വരാല് കിട്ടിയായിരുന്നു. നമ്മൾ തീറ്റി കോർത്ത് കഴിഞ്ഞ് ഉമ്മ വന്ന് നോക്കിയപ്പോൾ ഒരു വരാല് ഉടക്കി കിട്ടിയായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് എത്ര, 3 എണ്ണം അല്ലേ? 3 വരാല്, 3 വരാലും 3 വാളയുണ്ടായിരുന്നു. വാള ചെറുതാണ്, അത് ഒരു വാള നമ്മുടെ നിന്ന് പോയി. പിന്നത്തെ ഈ മഞ്ഞക്കൂരി പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധനം ഇതാണ്. അത് നല്ല മുഴുത്ത മഞ്ഞക്കൂരിയാണ്, കീറൻ മഞ്ഞക്കൂരി. നമ്മൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ, ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം.